ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇലയടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, പച്ചവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ചപ്പാത്തിൻ്റെ ഡോ പോലെയല്ല കേട്ടോ കുഴക്കേണ്ടത്, കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു ഡോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കിയിട്ടെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്, ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 4 പീസാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആകാനായിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പായ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പായൊക്കെ ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആവുന്നത് വരെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മെൽറ്റ് ആവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 2 ശർക്കര എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം, അതുവരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ഫില്ലിംഗ് ഒക്കെ കൂടെ റെഡി ആയിട്ടോ, നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ചെറിയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെള്ളത്തിൽ ഇങ്ങനെ കൈ നനച്ച് കൊടുത്തിട്ട് അങ്ങനെ പരത്തി കൊടുക്കുക. നല്ല കട്ടില്ലാതെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടിണ്ടാകുമ്പോൾ കഴിക്കുന്ന സമയത്ത് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ അതാ ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇനി മറ്റേ സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ ഇലയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു അളവിൽ 7 ഇലയടയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് വലിയ ഇലയായതുകൊണ്ട് ഇത്ര വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ 2 എണ്ണേ പോവുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ഇലയുടെയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.